നിമിഷപ്രിയയുടെ നാടാണ്. അപ്പോൾ ഈ ഒരു വിഷയം എങ്ങനെയാണ് അറിയാമോ നേരത്തെ മുതൽ നിമിഷപ്രിയ? നേരത്തെ ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ അവള് ഉമാനിൽ പോയി ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് തെളിവൊന്നുമില്ലല്ലോ. അവൻ പോയി ദുബായ്, ഇവിടെ അമ്മയും ആ കുട്ടിയൊക്കെ ഇനി ഇരുന്നത്. പക്ഷെ അവിടെ പോയി എന്ത് സംഭവിച്ച് എങ്ങനെ എന്ത് എന്നുള്ളത്, കൊലപാതകം എങ്ങനെ നടന്നത് ഏതെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ രക്ഷപ്പെടുത്തണം പറഞ്ഞ് പൊതുജനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് പട്ട് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളത് നമുക്ക് ശ്രമിക്കാം. ഇത്ര തന്നെ. അതിന് ഒരു ഇന്ത്യൻ പൗരനാണല്ലോ, ഒരു പൗരൻ കുട്ടിയാണല്ലോ. ചെയ്തത് തെറ്റാണെങ്കിലും ചെയ്ത് 100% തെറ്റാണല്ലോ. ചെയ്തത് 100% തെറ്റാണല്ലോ. അതിന് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഈ പെൺകുട്ടിയൊക്കെ അത്രയും ഒരു ധൈര്യത്തിൽ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. പക്ഷേ അതിന് ഇന്ത്യ ഗവൺമെൻറ് ഇറക്കണം എന്ന് പറഞ്ഞൊക്കെ മെനക്കെടുണ്ട്. കിട്ടിയ ആ വീട്ടുകാർക്ക് ഭാഗ്യം. ഇതിനെ നമുക്ക് ആചരിക്കാനുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതാവും അല്ലേ? പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ച് വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ അത് പിന്നെ അങ്ങനെയല്ലോ. ആ ഗവൺമെൻറ് അങ്ങനെ അനുസരിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അത് അപ്പോൾ എന്നാൽ ആ പുള്ളിയൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് നമുക്ക് മരണപ്പെട്ടു പോയില്ലേ. ആ പുള്ളിയോ ആ പെൺകുട്ടിയൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പോയി എന്ത് ചെയ്ത് എന്താ കാരണം എന്തെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. എത്ര കാലം മുതൽ അറിയാം? ആ കുട്ടിയൊക്കെ ജനിച്ച് വളർത്തണമെന്നുണ്ടെങ്കിൽ മറ്റേ നമുക്ക് അറിയാൻ തന്നെ. പാൽ കുടിക്കുന്ന കുട്ടികളായിരിക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ വളർത്തിയതൊക്കെ തന്നെ. സ്കൂളിൽ പോകാനും പൈസയില്ല കൊണ്ട് വരും. അതൊക്കെ ചെയ്തൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ എന്താണ്, കുട്ടികൾ വളർന്നപ്പോൾ ഒക്കെ തരം തിരിഞ്ഞു. കുടുംബം ആകെ മാറുപോയി. നല്ലൊരു കൃഷിക്കാരായിരുന്നു അവർ. ഇവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട്? അവരൊക്കെ വിറ്റു, പീസായിട്ടൊക്കെ വിറ്റു. ഒന്നുമില്ല. അന്ന് 7 ഏക്കർ സ്ഥലങ്ങളുണ്ട് അവർക്ക്. നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം. എവിടെയാണ് നഴ്സിംഗ് പഠിച്ചത്? ഏതിൽ എവിടെ ഹോസ്പിറ്റലാണെന്നുള്ളതൊന്നും അറിയില്ല. ഫോണ് പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരുന്നു? കുടുംബത്തിന് നല്ല ഫാമിലി ആയിട്ട് ജീവിച്ച കുടുംബമാണ്. 7 ഏക്കർ കൃഷി, അച്ഛൻ അമ്മ ഒക്കെ ഇരുന്ന് നല്ല ജീവിച്ചതാണ്. ഒരു ചേച്ചിയുണ്ട്. ഭാര്യ വീട് ഇവിടെ പെരുമിൻ്റെ അവിടെയാണ്. ഈ കുട്ടിൻ്റെ അമ്മൻ്റെ വീട് പെരുമിൻ്റെ അവിടെയാണ്. ഇവിടെ യാക്രമൊക്കിലാണ്. മനസ്സിലായില്ലേ? ഈ കുട്ടിയും ഈ അമ്മയും ഒരു അനിയത്തിയും കൂടി ഇവിടെ ഒരു കളത്തിൽ താമസിച്ചാണ് അച്ഛനുമായിട്ട്. ഈ കുട്ടിൻ്റെ മുത്തിയമ്മ നേരത്തെ മരിച്ചുപോയി. പിന്നെ അച്ഛനും ഈ പെൺകുട്ടിൻ്റെ അമ്മയും ആയിട്ട് ഇവിടെ വീട്ടിലൊക്കെ താമസം ഉണ്ടായിരുന്നതാണ്. പിന്നെ അയാളും കുട്ടിൻ്റെ മുത്തച്ഛനും മരിച്ചുപോയപ്പോൾ അമ്മയും മകളും കൂടി ഇവിടെ ഈ കളത്തിൽ വീട്ടിലിരുന്നതാണ്. കാര്യസ് പണിയൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നു. പിന്നെ അത് അങ്ങനെ താറുമാറായ കുട്ടിയായ ദുബായിക്ക് പോയി. പിന്നെ അമ്മ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യായിരുന്നു ആ സമയത്ത്? അച്ഛൻ ഇടക്കാലത്ത് മരണപ്പെട്ടു പോയി. അല്ല, ഈ അമ്മയുടെ അപ്പൻ മുത്തച്ഛൻ, ഈ നിമിഷപ്രിയന്റെ മുത്തച്ഛൻ മരിച്ചുപോയി. നിമിഷപ്രിയയുടെ അച്ഛൻ എവിടെയായിരുന്നു? അത് മറ്റേ യാക്കരമൊക്കിലാണ്. ഇവിടെ ഇല്ലായിരുന്നോ? ഇവിടെ ഇല്ല. അവർ തമ്മിൽ ഈ കുട്ടിൻ്റെ അമ്മ വർഷങ്ങളായി പിണങ്ങി വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഭർത്താവിനോട് കൂടി പിണങ്ങി വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മകളെ അച്ഛൻ്റെ കൂടെയും ഒരു മകളെ അമ്മൻ്റെ കൂടെയായിരുന്നു. ഈ നിമിഷപ്രിയ അമ്മൻ്റെ കൂടെ, ഈ നിമിഷപ്രിയൻ്റെ ചേച്ചി അച്ഛൻ്റെ കൂടെയായിരുന്നു. മനസ്സിലായില്ലേ? ആ കുട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇവിടുത്തെ ഒരു പയ്യനാണ് കല്യാണം കഴിച്ചത്. ഈ കുട്ടി അമ്മൻ്റെ കൂടെ ഇരുന്ന് പിന്നെ ഇവിടെ ഒരു കാര്യസമായിട്ട് ഒരു പണിക്ക് ടോമി പറയുന്ന ഭർത്താവ്, ഈ നിമിഷപ്രിയൻ്റെ ഭർത്താവ് ഇവിടെ ജോലിക്ക് വന്നാണ്. ഒരു കാര്യ പണിക്ക് വന്നാണ് പയ്യൻ. ആ പയ്യനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അവൻ്റെ കൂടെ അങ്ങനെ കൂടി. അവൻ്റെ കൂടെ പോയിട്ടാണ് പിന്നെ ഗൾഫിലേക്ക് പോക്കും ഉമ്മാനിലേക്ക് പോക്കും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇതാണൊക്കെ നടന്ന സംഭവങ്ങൾ. കോട്ടയംകാരൻ ടോമി പറയണ കോട്ടയംകാരൻ. അവൻ ഇവിടെ കാര്യ പണിക്ക് വന്നതാണ്. പണിക്ക് വന്ന് ഈ പെൺകുട്ടിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് അങ്ങോട്ട് അവൻ്റെ നാട്ടിൽ കൂട്ടിയിട്ട് പോയിട്ട് അവൻ്റെ കാരാപ്പിലാണ് അവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് അങ്ങോട്ടേക്ക് ഗൾഫിലേക്ക് പോയി പഠിപ്പിച്ചിട്ട്. പിന്നെ ഈ കുട്ടീനെ ഇറക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വീടും കുറേ 10-15 സ്ഥലവും ഉണ്ടായിരുന്നു. അതൊക്കെ ലാസ്റ്റ് വിറ്റത്. കേസും കാര്യങ്ങളായിട്ട് അതിന് വിറ്റത്. അത്രയ്ക്കാണ് ഉള്ള സംഭവങ്ങൾ. അമ്മ അവിടെ പോയിരിക്കുന്നു. അമ്മ ഇപ്പോൾ അവിടെയാണല്ലോ. കുട്ടി മാസങ്ങളായി. അതൊരു വിഷമം തോന്നില്ലേ നിങ്ങൾക്ക്? ഇത്രയും കഷ്ടപ്പെട്ടൊരു അമ്മ. അത് അവിടുത്തെ സർക്കാർ അയക്കേണ്ട സാറേ. അവിടുത്തെ സർക്കാരിൻ്റെ നിയമത്തിലല്ലേ വിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളവിടെ പോയി തെറ്റല്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിടാൻ അവിടുത്തെ സർക്കാരിൻ്റെ നിയമത്തിനനുസരിച്ചുള്ള റൂൾസ് പേപ്പറുകൾ ശരിയാവുള്ളൂ. നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യും. ഇത് അതല്ലല്ലോ. അത് ഒന്നാമത് ഉമ്മാനിൽ അതൊക്കെ ഭയങ്കര വിഷയമാണല്ലോ. അപ്പോൾ ഈ പിള്ളേരുടെ നോട്ടം ഒന്നും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അല്ലേ? ഈ മക്കളെ നോക്കുന്ന കാര്യത്തിൽ അച്ഛൻ പുറകോട്ടായിരുന്നു അല്ല? അപ്പോൾ ഈ അച്ഛൻ ഇല്ല. അച്ഛനൊന്നും നിമിഷപ്രിയക്ക് ഇപ്പം അച്ഛനില്ല.
ഇല്ല, മരണപ്പെട്ടെന്നാണ്. അവിടെ ആയിരിക്കുമ്പോൾ വന്ന് അന്വേഷിക്കുകയൊന്നുമില്ലായിരുന്നു. ഒന്നുമില്ല. കുട്ടികൾ ചെറുപ്പത്തിലേ ഉണ്ടാകുമ്പോൾ അവർ ഈ നിംസ് പ്രീഗിൻ്റെ അമ്മയും ഭർത്താവുമായിട്ട് പണങ്ങിയിട്ട് ഇവരിവിടെ വന്ന് താമസമായിരുന്നു. ഈ അമ്മ എന്തോ ജോലി ചെയ്തിരുന്നത് ഇവിടെയൊക്കെ കൃഷിപ്പണി തന്നെ. കുഞ്ഞുങ്ങളെ വളർത്തിയത്. പഠിപ്പിക്കുക, അയക്കുക. കല്യാണം നടത്തപ്പോൾ അച്ഛൻ വന്നില്ല. ഇല്ല. അച്ഛൻ അറിയാതെ കല്യാണം നടന്നത്? അച്ഛൻ അറിയാതെ കല്യാണമൊക്കെ നടന്നു. പിന്നെ ആ മൂത്തുകുട്ടിയും അതേമാതിരി ഒക്കെ ആ മൂത്തുകുട്ടിയും ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഈ പെണ്ണും ഒരാളെ സ്നേഹിച്ചു. ഈ പുള്ളി ടോമി എങ്ങനെയാണ് കാണുന്നത്? ടോമി ഇവിടെ പണിക്ക് വന്നതാണ്, കാരിസ് പണിക്ക് വന്നതാണ്. എവിടെ? ഇവിടെ തന്നെ ഈ നിംസ് പ്രിയൻ്റെ വീട്ടിൻ്റെ തൊട്ട് തന്നെ പണിക്ക് വന്നതാണ്, കാരിസ് പണിക്ക് വന്നതാണ്. അങ്ങനെ പണിക്ക് വന്ന് ആ കുട്ടീനെ സ്നേഹിച്ചു, എന്നിട്ട് അവൻ കൂട്ടിയിട്ട് പോയി. അതൊക്കെയാണ് നടന്ന സംഭവങ്ങൾ. കല്യാണം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവർ കൂട്ടിയിട്ട് പോയി, പള്ളിയിൽ കൊണ്ടുപോയി അവരുടെ ആ ചടങ്ങ് കഴിച്ചു. അങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത്. അവർ കാത്തോലിക്ക അല്ലല്ല, അവർ നമ്മുടെ ഹിന്ദുക്കളാണ്. നിംസുപ്രിയ പറയുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ അവർ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി ആ കല്യാണം കഴിച്ച് അങ്ങനെ ഇവിടുത്തെ അങ്ങനെയായത്. അല്ല അവർക്ക് ഇതായിട്ടും അറേഞ്ച് മാരേജ് ഒന്നും അല്ല. ഒന്നുമില്ല. ഓ, അപ്പോൾ നിങ്ങൾ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.